ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരലംഘനം തുടർക്കഥയാകുന്നു. ക്ഷേത്ര നാലമ്പലത്തിന്റെ നടവീതി തോന്നുന്നത് പോലെ കൂട്ടാനൊരുങ്ങി ദേവസ്വം ബോർഡ്. തിരക്കിട്ട് നടവീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വാസ്തുശാസ്ത്ര ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഇതിനോടകം അളവുകളും നൽകി കഴിഞ്ഞു. ക്ഷേത്രം ഒരു കേവല നിർമ്മിതിയായി മാത്രം കണ്ട് തോന്നുന്നത് പോലെയുള്ള ഈ ആചാര ലംഘനത്തിൽ ശക്തമായി അപലപിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി. പത്രവാർത്തയിലൂടെയാണ് ഇത്രയും വലിയൊരു ആചാര ലംഘനം പുറത്തറിയുന്നത്. ഇപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുറെ നാളുകളായിട്ട് പല വിവാദങ്ങൾക്കും സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജ, ഈ പറഞ്ഞ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ആ ഉദയാസ്തമന പൂജ മാറ്റിവെക്കുന്നത് തുടങ്ങി ഓരോ കാര്യങ്ങളിൽ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ വാതിൽപ്പാടം, അല്ലെങ്കിൽ വാതിൽ മാടം എന്ന് പറയുന്നത്, അത് പൊളിച്ചു മാറ്റി വലുതാക്കണമെന്നാണ് പുതിയ ബോർഡിൻ്റെ പുതിയ തീരുമാനമെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയായിരുന്നു ശബരിമല പുതിയ ഭരണസമിതി വന്നപ്പോൾ 18-ാം പടി അങ്ങ് വീതി കൂട്ടിയാലോ എന്നൊരു ചിന്ത. അത് പ്രസിഡന്റ് പറയുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം അന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. ഭഗവാന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് കൊടിമരം മുതലല്ല, പുറത്തെ വാതിൽ മുതൽ ആ യഥാർത്ഥ പറഞ്ഞാൽ ആ ശ്രീലകത്ത് ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രതിഷ്ഠ വരെയുള്ള എല്ലാം കണക്കുകൾ പ്രകാരമാണ് ചെയ്യുന്നത്. ആ കണക്കുകൾ മാറ്റി പുതിയൊരു കണക്കിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അതൊരിക്കലും എനിക്ക് തോന്നുന്നു അറിവുള്ളവരും ഒരിക്കലും സമ്മതിക്കത്തുമില്ല. ഇപ്പോൾ ദേവസ്വം പറഞ്ഞിരിക്കുന്നത് കാണിപ്പയ്യൂർ കണക്ക് കൊടുത്തെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന്. ഇനി അഥവാ അങ്ങനെ മാറ്റേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ? വലിയ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം വെച്ച് ഭഗവാന്റെ ഹിതം അറിഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യാവൂ. അല്ലാതെ ആർക്കെങ്കിലും തോന്നിയ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്ഷേത്രത്തിൻ്റെ മാറ്റങ്ങൾ. ഇതുപോലെ തന്നെയായിരുന്നു ഈ പറഞ്ഞ ഈ എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നതാണ് ഈ ഗുരുവായൂർ ഏകാദശി നാളിലെ ഈ ഉദയാസ്തമന പൂജ. അത് നിസ്സാരമായിട്ടത് മാറ്റി അതിപ്പം സുപ്രീം കോടതി വരെ അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പല കാര്യങ്ങൾ. അതുപോലെ തന്നെ ഉദയാസ്തമന പൂജ എത്രയോ വർഷങ്ങളായിട്ട് ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. ഉദയാസ്തമന പൂജ ഒരു ദിവസം ഒന്നല്ലേ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ 5 ഉദയാസ്തമന പൂജയാണ് ദേവസ്വം ബോർഡിൽ നടത്തുന്നത്. അപ്പോൾ 5 പേരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഉദയാസ്തമന പൂജ നടത്തും. അത് ഭഗവാനെ പറ്റിക്കലല്ലേ? ഇത് നടത്താൻ പാടില്ലെന്ന് പണ്ട് ഇവിടെ ഒരു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണ്. ഒരു ഉദയാസ്തമന പൂജയെ നടത്താൻ പാടുള്ളൂ. അത് ആ ദേവപ്രശ്ന ചാർത്തിലുള്ളതാണ്. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 5 പേരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഉദയാസ്തമന പൂജ നടത്തുക. അത് തെറ്റല്ലേ? അതുപോലെ തന്നെ വർഷങ്ങളായി ആനയെ നടയിരിക്കുന്നു. ആനയെ നടയിരുത്തുന്നില്ലെങ്കിൽ വേണ്ട, ആന കൂടുതലാണെങ്കിൽ ആനയെ നടയിരുത്തുന്നില്ല എന്ന് തീരുമാനിക്കുക. പകരം 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അവിടെയുള്ളൊരു ആനയെ കൊണ്ടുവന്നിട്ട് അതിനെ നടയിരുത്തുക വീണ്ടും. അത് തെറ്റായ നടപടിയാണ്. ഇതുപോലെ ഒരുപാട് തെറ്റായ കാര്യങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കാണിപ്പയ്യൂർ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അദ്ദേഹം ഇതിന് കൂട്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെ പോലെ ഇത്ര അറിവും പരിജ്ഞാനവുമുള്ള ഒരു വാസ്തുശാസ്ത്രജ്ഞൻ ഒരിക്കലും ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിപുലമായ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം വെച്ച്, സ്വർണ്ണപ്രശ്നം വെച്ച്, അതിൽ ഭഗവാന്റെ ഇച്ഛ നോക്കി ഭഗവാന്റെ ഹിതം അതാണെങ്കിൽ അതനുസരിച്ച് വേണ്ട രീതിയിലുള്ള ഒരുപാട് വാസ്തുശാസ്ത്രജ്ഞന്മാരെ എല്ലാവരെയും കൂട്ടി അവരെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. അല്ലാതെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്നതല്ല ക്ഷേത്രത്തിൻ്റെ വാതിൽമാടം. അപ്പോൾ അത് നിസ്സാരമായ കാര്യമല്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം വിപുലമായ രീതിയിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം അത്യാവശ്യമായിട്ട് വെക്കേണ്ടതാണ്. വെച്ച് ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഭഗവാന്റെ ഹിതം അറിയുക തന്നെ വേണം. അറിയാതെ എന്ത് കാര്യത്തിന് ദേവസ്വം ബോർഡ് മുന്നിട്ടിറങ്ങിയാലും അതിനെ ഇവിടുത്തെ ഭക്തജനങ്ങൾ എതിർക്കും. ആ എതിർക്കുന്നവരുടെ മുൻപന്തിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമസ്തേ. സ്വാമി ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ക്ഷേത്രം എന്നത് ശില്പശാസ്ത്രപ്രകാരം ഒരു പുരുഷൻ നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്നാണ് സങ്കല്പം.
ക്ഷേത്രപുരുഷൻ എന്നു പേര്. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും കൃത്യമായ അനുപാതവുമുണ്ട്. അതേമാതിരി ക്ഷേത്രഘടനയ്ക്കും ഒരു അനുപാതമുണ്ട്. ശരീരത്തിനുള്ളിലെ ഒരു അവയവത്തിന് അളവിൽ കൂടുതലുള്ള വളർച്ചയോ അളവിൽ കുറവോ സംഭവിക്കുമ്പോൾ അതൊരു വൈകല്യമാണെന്നും അതൊരു രോഗാവസ്ഥയാണെന്നും പറയുന്നത് പോലെ വേണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ നടയുടെ വീതി കൂട്ടുന്നതിനെയും കണക്കാക്കാൻ. ക്ഷേത്രപുരുഷന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ക്ഷേത്രത്തിലെ ഏതേത് ഭാഗങ്ങളാണെന്ന് വിശ്വകർമ്മ്യം എന്ന ക്ഷേത്രശില്പ ഗ്രന്ഥത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ പ്രകാരം ക്ഷേത്രപുരുഷനാകുന്ന ശരീരത്തിലേക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയാണ് ഗുരുവായൂരിലെ നിലവിൽ നിശ്ചയിക്കപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞ് ഗർഭഗൃഹമാകുന്ന ശിരസിലെ ബിംബമാകുന്ന കേന്ദ്രത്തിലേക്ക് ജീവാവാഹന ചെയ്യുന്നു. പ്രാണാദികളെയും തത്വങ്ങളെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പരിവർത്തനം, അതായത് പൊളിച്ചു പണിയലോ സാധ്യമാകുന്നത് ജീർണോദ്ധാര കാലഘട്ടത്തിൽ മാത്രമാണ്. ഗുരുവായൂരിൽ അത്തരമൊരു സാഹചര്യം നിലവിൽ കാണുന്നുമില്ല. വളരെയധികം പഠന ഗവേഷണങ്ങൾക്ക് ശേഷം ഒരു കണക്കൊപ്പിച്ച് ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാനന്തര ഘടന പിന്നെ ഒരു സ്ഥായി ഭാവമായി മാറുകയാണ് ഉണ്ടാവുക. അവിടെ പിന്നെ വെട്ടിക്കുറയ്ക്കലുകളോ കൂട്ടിക്കെട്ടലുകളോ ഉണ്ടാകാൻ പാടില്ല എന്നാണ് തന്ത്രശാസ്ത്രവും ശില്പശാസ്ത്രവും പറയുന്നത് തന്നെ. അങ്ങനെ ചെയ്താൽ അത് വൈകല്യമായി ഭവിക്കും. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അംഗത്തിന് വൈകല്യം വരുമ്പോൾ അയാളെ വികലാംഗൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ ഇത്തരം അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്താൽ ഗുരുവായൂരപ്പനെ പിന്നെ എങ്ങനെ, എന്ത് പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുക? ഒരു ക്ഷേത്രത്തിലെ ദേവത എന്നത് കേവലം ബിംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പുറംമതിൽ വരെയുള്ള പഞ്ചപ്രകാരങ്ങൾ ദേവന്റെ ശരീരഭാഗമാണ് എന്നതുകൊണ്ട് ആ ഭാഗങ്ങളിൽ എവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വൈകല്യവും ദേവശരീരത്തിൽ വന്ന വികലതയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഇപ്പോൾ നിശ്ചയിച്ചതുപോലെ നാലമ്പലത്തിന്റെ നടയുടെ വീതി കൂട്ടുന്ന തീരുമാനം 2012 തീരുമാനിക്കുകയും അത്തരമൊരു നിർമ്മാണ പ്രവർത്തനത്തിന് ദേവസ്വം അധികാരികൾ ശ്രമിച്ചപ്പോൾ തന്ത്രി ഉൾപ്പെടെ അതിനെ എതിർത്ത കാരണത്താൽ ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത മറ്റൊരു തീരുമാനവും സമാനമാം വിധത്തിൽ മാറ്റിവെക്കപ്പെട്ട ഒന്നാണ്. പ്രസാദ ഊട്ട് നടക്കുന്ന അന്നലക്ഷ്മി ഹാളിൽ ഷർട്ടും ചെരുപ്പും ധരിച്ചുകൊണ്ട് കയറാമെന്ന് 2012 തീരുമാനിച്ചു. അന്നതിനെ എതിർത്തുകൊണ്ട് തന്ത്രി കത്ത് നൽകിയ ഒറ്റ കാരണത്താൽ അതും മാറ്റിവെച്ചു. കൂടാതെ 2018 കൈമുക്ക് വൈദികനെ, അതായത് രാമൻ സോമയാജിപാടിനെ കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ഭക്തജനങ്ങളുടെയും ഭരണസമിതിയുടെയും ഇഷ്ടപ്രകാരം, അതായത് സൗകര്യത്തിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് പറയുകയും അത് ചാർത്തിൽ, അതായത് ദേവപ്രശ്നത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ റെക്കോർഡിക്കൽ രേഖയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ആ രേഖ ഇപ്പോഴും നിലനിൽക്കുന്നു. തിരക്ക് കൂടുന്നത് നിയന്ത്രിക്കാൻ എന്ന കാരണം പറഞ്ഞ് നടയുടെ വീതി കൂട്ടാൻ ദേവസ്വം തീരുമാനിക്കുന്നതിന് മുൻപ് കേരളത്തിലെ ക്ഷേത്ര സംവിധാനങ്ങളുടെ സങ്കല്പത്തെപ്പറ്റി അല്പം ധാരണ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി സ്വയം ഉണ്ടാക്കേണ്ടതായിരുന്നു. ഭക്തജനങ്ങളുടെ സൗകര്യം മാത്രം പരിഗണിക്കാൻ കേരളത്തിലെ ക്ഷേത്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളല്ല, മറിച്ച് ദേവശരീരമാണ് എന്ന തന്ത്രശാസ്ത്രത്തിന്റെ ബാലപാഠം അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. നിലവിലുള്ള ആകൃതി, അളവ് ഇവ മാറ്റാൻ പാടില്ല എന്നത് ശില്പരത്നം ഉൾപ്പെടെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ സൗകര്യാർത്ഥം എന്ന പേരിൽ എടുക്കുന്ന ഈ തീരുമാനം തികച്ചും തന്ത്രശാസ്ത്ര ശില്പശാസ്ത്ര വിരുദ്ധമാണ് എന്ന് സ്പഷ്ടം. മാറ്റം അനുവദിച്ചിരിക്കുന്നത് ദ്രവ്യത്തിന്റെ ഉത്കൃഷ്ടതയിലേക്ക് മാത്രമാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ചത് തടിയാക്കുക അല്ലെങ്കിൽ തടിയെ കല്ലാക്കുക. ഇപ്രകാരം അവിടെ പോലും അളവ് മാറ്റാൻ നിയമമില്ല. കാണിപ്പയ്യൂർ എന്ന തച്ചുശാസ്ത്ര പണ്ഡിതനാണ് അളവുകൾ കൊടുത്തത് എന്ന് ദേവസ്വം അധികാരികൾ പറയുന്നുണ്ട്. കേരളീയ ക്ഷേത്ര സ്ഥപത്യത്തിൽ കാണിപ്പയ്യൂർ മാത്രമല്ല പണ്ഡിതനായുള്ളത്. വേഴേപ്പറമ്പ് നമ്പൂതിരിമാർ ഉൾപ്പെടെ നിരവധി പണ്ഡിതന്മാർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തർക്കം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഒരാളെ മാത്രമല്ലാതെ മറ്റു പലരെയും കൂട്ടി കൺസൾട്ട് ചെയ്തിട്ട് അന്തിമ തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഒരു ക്ഷേത്രത്തിലെ മറ്റു ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ചില അനുപാതങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ബിംബത്തിന്റെ ഉയരം, ഗർഭഗൃഹത്തിന്റെ കട്ടിളയുടെ ഉള്ളളവ്, ദണ്ഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അളവ്, അത് ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്തമാണ് എന്നിവയാണ് അവ. അതിന്റെ അനുപാതത്തിലാണ് നാലമ്പലത്തിന്റെയും കട്ടിളയും വരിക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്ഷേത്രം പുതുക്കി പണിയുമ്പോൾ ഗർഭഗൃഹവും ശ്രീകോവിലും ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ വലിപ്പം കൂട്ടിയാൽ മാത്രമേ അതിനനുസൃതമായി നാലമ്പലത്തിന്റെ കട്ടിളയുടെ വലിപ്പവും കൂട്ടാൻ സാധിക്കൂ. നാലമ്പലത്തിന്റെ കട്ടിളയുടെ വലിപ്പം കൂട്ടിയേ പറ്റുമെങ്കിൽ ശ്രീകോവിൽ ഉൾപ്പെടെ പൊളിച്ചു പണി ചെയ്താൽ മാത്രമേ അനുപാതങ്ങളെല്ലാം കൃത്യവും ആവുകയുള്ളൂ. അങ്ങനെ ഒരു പൊളിച്ചു പണി ചെയ്യണമെന്ന് നിശ്ചയിച്ചാൽ പോലും അഷ്ടമംഗല പ്രശ്നം വെച്ച് ദേവഹിതം നോക്കൽ ഉൾപ്പെടെ അനേകം നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ചുറ്റമ്പലത്തിൽ ചില പണികൾ ഇടക്കാലങ്ങളിലും പണ്ടുമൊക്കെ ചെയ്തപ്പോൾ പോലും ഈ കട്ടിലയുടെ വീതി
നടവീതി കൂട്ടിയാലോ എന്ന ചർച്ച ഉയർന്നു വന്നിരുന്നു. അപ്പോഴെല്ലാം ക്ഷേത്ര സംബന്ധിയായ ശില്പശാസ്ത്രപ്രകാരം അത് ചെയ്യാൻ പാടില്ല എന്ന കാരണത്തിൽ ആ ശ്രമം ഉപേക്ഷിക്കുകയാണുണ്ടായത്. മാത്രമല്ല, കേടല്ലാത്ത സാഹചര്യത്തിൽ ഒരു പൊളിച്ചു പണി പാടില്ലാത്തതുമാണ് എന്നുകൂടിയുണ്ട്. നിലവിൽ ഗുരുവായൂരിന്റെ നാലമ്പലത്തിലെ നടയ്ക്കോ കട്ടിളയ്ക്കോ ഉടൻ പരിഹാരം വേണ്ട വിധത്തിൽ പ്രത്യേകിച്ച് യാതൊരു കേടുമില്ല. കേരളീയ പാരമ്പര്യപ്രകാരമുള്ള തച്ചുശാസ്ത്ര നിയമങ്ങൾ പാലിച്ച് പഴയ ചിട്ടയിൽ തന്നെ കൂത്തമ്പലം പുനർനിർമ്മിച്ചപ്പോഴാണ് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത് എന്നുകൂടി നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതിനാൽ തത്വശാസ്ത്ര ശില്പശാസ്ത്ര വിരുദ്ധമായ മേൽ നടപടികളിൽ നിന്നും ദേവസ്വം അധികാരികൾ പിന്മാറണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.